പാലക്കാട് മലമ്പുഴ ഡാം ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മലമ്പുഴ ആക്ഷൻ കൌൺസിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 75 കോടി രൂപ ഉദ്യാന നവീകരണത്തിന് അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നവീകരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ടുവരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒന്നാണ് പാലക്കാട് മലമ്പുഴ ഡാമിലെ ഉദ്യാനവും. എന്നാൽ കഴിഞ്ഞ കുറേയേറെ കാലമായി ഉദ്യാനം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഈ ഒരു ഉദ്യാനത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഉദ്യാന നവീകരണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ള പരാതിയുമായിട്ട് വ്യാപാരി വ്യവസായികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉദ്യാനത്തിന് മുന്നിൽ വ്യാപാരി വ്യവസായികൾ വലിയ പ്രതിഷേധവും മറ്റും സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ കാരണം? സെപ്റ്റംബർ 11-ാം തീയതി 2020 സെപ്റ്റംബർ 11-ാം തീയതി അടച്ചിട്ടതാണ് ഈ മലമ്പുഴ ഗാർഡൻ. അടുത്ത മാസം വരുമ്പോൾ 1 വർഷം തികയാണ്. 3 മാസം കൊണ്ട് തുറന്നു തരാമെന്ന ഉറപ്പിന്മേലാണ് ഈ മുമ്പിൽ കാണുന്ന കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടത്. മാത്രമല്ല, ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ, അത് അവരെ കൊണ്ടുവരുന്ന ട്രാവൽസ് വാഹനങ്ങൾ, ഇവിടെ ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ, ഇവിടെ ജീവിക്കുന്ന ടാക്സികൾ, മറ്റ് ഇതുമായി അനുബന്ധിച്ച് നിൽക്കുന്ന മലമ്പുഴയിലെ വിവിധമായ മേഖലയിൽ നിൽക്കുന്ന പലതരത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഈ 1 വർഷമായി അവരുടെ വരുമാനം മുട്ടി നിൽക്കുന്നൊരു അവസ്ഥയാണുള്ളത്. ഈ 1 വർഷമായിട്ടും യാതൊരു പണിയിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നത് നമുക്കുള്ള നേർക്കാഴ്ചയാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. കാരണം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഈ പുരോഗതി ഉണ്ടാകാത്തത് പണമില്ലാത്തത് കൊണ്ടോ ഈ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ അല്ല, ഈ സംവിധാനം വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ടാണ്. നിശ്ചലമായിരുന്നു ഈ സംവിധാനം എന്നാണ് ഈ കഴിഞ്ഞ 1 വർഷം നിശ്ചലമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മാസം കൊണ്ട് തുറന്ന് നൽകുമെന്ന് മുൻകൂട്ടി ഒരു നോട്ടീസ് പോലും തരാതെ, ഒരു കൂടിയാലോചനകൾ നടത്താതെ, ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ച് ഒരു കൂടിയാലോചന പോലും നടത്താതെ അടച്ചിട്ടിട്ട് അനിശ്ചിതമായി ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഇത് കാടായി കിടക്കുന്നു, അവിടെ കാട് പിടിച്ച് കിടക്കുന്നു ഉദ്യാനം. അത് ഒരു ബാഹ്യമായെങ്കിലും അത് വൃത്തിയാക്കി തുറന്നു കൊടുക്കണമെന്നൊരു ചിന്ത ഒരു ഉദ്യോഗസ്ഥ മേഖലകളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി ഞങ്ങൾ വിവരാവകാശപ്രകാരം കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരാൻ ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം മുതൽ ഇങ്ങ് പ്രാദേശികമായി ഇവിടെ വരെയുള്ള ആളുകൾ, മലമ്പുഴയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇത് എന്താണ് പ്രൊജക്റ്റ്, എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ കഴിയുന്നില്ല എന്നത് വളരെ പ്രതിഷേധകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ കടകൾ അടച്ചിട്ട് ഞങ്ങളിതാ സമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ദുരിതമാണ്. ഇവിടെ ആ ദുരിതത്തിന് പരിഹാരം കാണാൻ ഞങ്ങൾ നേരിട്ടിറങ്ങി ഈ പ്രക്ഷോഭം നടത്തുകയല്ല, നിവൃത്തിയില്ല. ഇന്ന് ഞങ്ങൾ സൂചനാ സമരമാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അടുത്ത 11-ാം തീയതി ഞങ്ങളിവിടെ വിലാപയാത്ര നടത്തും. അത് 1 വർഷം തികയുകയാണ്. മലമ്പുഴ ഉദ്യാനം അടച്ചിട്ട് ഞങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതിൻ്റെ 1-ാം വർഷം ഞങ്ങൾ വലിയ വിലാപയാത്രയായിട്ട് ബഹുജനങ്ങളെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നിർമ്മാണ ചുമതല ആർക്കാണ്? എന്താണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണെന്നാണ് നമ്മൾ അറിഞ്ഞിടത്തോളം. എന്തായാലും അവർ വലിയ വലിയ പ്രൊജക്റ്റുകൾ നടത്തിയിട്ട് വലിയ ചരിത്രം സൃഷ്ടിച്ച ആൾക്കാരാണ്. പക്ഷേ ഇവിടെ എന്താ അവർക്ക് പഴച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഈ 75-ൽ പരം കോടി രൂപ സാങ്ഷൻ ചെയ്തിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 7.5 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. ആ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നതിൻ്റെ സാങ്കത്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം വ്യാപാരി വ്യവസായികളുടെ ഏകദേശം 10ഓളം ഷോപ്പുകൾ ഇവിടെ പൂട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വെറുതെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള ലീവില്ല. കാരണം ആൾക്കാർ വന്നില്ലെങ്കിൽ ഇവർക്ക് കച്ചവടം നടന്നില്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാം. കാരണം ഇവർ സ്വയം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്. ഇത് 6 മാസം മാർച്ചിൽ വർക്ക് തീർക്കുമെന്ന കോൺട്രാക്റ്റ് അങ്ങനെയാണ്. ആ കോൺട്രാക്റ്റാണ് ഇപ്പോൾ ഈ മാർച്ച് നേരിട്ട് ഈ 2026 ഇപ്പോൾ ഇത് ഓഗസ്റ്റാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. പൈസ കിട്ടാതെയായിരിക്കും പല പ്രൊജക്റ്റുകളും നടപ്പിലാക്കാൻ കഴിയാതിരിക്കുക. ഇത് പൈസ ഓൾറെഡി വന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ചെയ്യാൻ അവർക്ക് സഹായം ഇമ്മീഡിയറ്റ് ഇത്രയും പൈസ 7.5 കോടി അനുവദിച്ചു കഴിഞ്ഞു. എന്നിട്ട് ആകെ വർക്ക് ചെയ്ത് നോക്കി ഇതൊക്കെയാണ് 2-3 ചെറിയ പരിപാടികൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഒരു പൈസ പോലും നഷ്ടം വരില്ല. വെറുതെ ഇരുന്ന് സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ചില ഉത്തരവാദിത്തപ്പെട്ട ചില ആൾക്കാർ ആ സാലറി കിട്ടുന്നത് അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കാം. കാരണം ഞാൻ ഒരു പണിയെടുക്കാൻ്റെ, പക്ഷേ മിക്കവാറും ആൾക്കാർ ഇത് എൻജോയ് ചെയ്യണം. ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തന്നെയാണ്. ഏതായാലും കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് 75 കോടിയിലേറെ രൂപ ഈ മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാന നവീകരണത്തിന് വേണ്ടി അനുവദിച്ച് കിട്ടിയത്. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തികൾ അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു. അവരാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായ നിർമ്മാണം നടത്താതെ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. ഓണക്കാലമാണ്. ഓണക്കാലത്ത് നമുക്കറിയാം ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയാണ്
ഈ മലമ്പുഴ എന്നത്. പക്ഷേ ഈ ഉദ്യാനം ഇങ്ങനെ തകർന്നു കിടക്കുന്നത് കൊണ്ട്, ഇത് നവീകരണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ട് ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളാണെങ്കിലും ഓട്ടോറിക്ഷ ടാക്സികളാണെങ്കിലും അവർക്കൊന്നും ജോലിയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒന്നാം വാർഷികത്തിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് വ്യാപാരി വ്യവസായികൾ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.